ചോറുണ്ട് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് പിന്നെ ഞാൻ കറിയുടെ വിശേഷം ഇടുന്നു. ഞണ്ട് കറിയാന്നേ സ്പെഷ്യലി. ചോറിൻ്റെ കൂട്ടത്തിൽ ഞണ്ട് മുറിച്ച് വെച്ചു. ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട്, പച്ചമുളകെല്ലാം കൂടി ഇട്ട് എണ്ണയിനകത്ത് വഴറ്റിയിട്ടാകുമ്പോൾ ഇഞ്ചി ഇട്ടിനെ എല്ലാം കൂടി ഇട്ട് വഴന്ന് വരുമ്പം ഇതിലേക്ക് ഞണ്ട് എടുത്തിടണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും സാധനം പൊടികളായിട്ട് ചേർക്കുന്നില്ല കേട്ടോ. ഞണ്ടും കൂടി ഇട്ട് നല്ല പോലെ ഇളക്കുക. ഞാൻ ഇതിനകത്ത് അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയേ ചേർത്തിട്ടുള്ളൂ. പിന്നെ പറഞ്ഞാൽ ഞാൻ എല്ലാവരും ചേർക്കാത്തത് വേണമെങ്കിൽ ഇങ്ങനെ പച്ചത്തേങ്ങ ചിരണ്ടിയിട്ട് അങ്ങോട്ട് ഇടും. അതതിൻ്റെ പ്രത്യേകത. ഇത് അത്രയേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ആകെ അതവിടെ മൂടി വെച്ചാൽ ഞണ്ടിട്ടന്ന് വെള്ളം ഇറങ്ങിയിട്ട് നന്നായിട്ട് വേവും. വെന്ത് കഴിഞ്ഞു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞണ്ട് വെന്ത് പാകായി. ചോറിൻ്റെ കൂട്ടത്തിൽ ഇലക്കറിയുണ്ട്. ചേനേര ഇല വറുത്തത്, ഞണ്ട് പെരളെന്ന് പറയാമെങ്കിൽ, പരിപ്പ് കറി, നാരങ്ങക്കറി.